നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തല്ലോ തീറ്റ വില വർധനയുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, നമുക്ക് സ്വന്തമായിട്ടൊരു തീറ്റ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. തീറ്റ ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകൾ വേണം, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് തീറ്റയിൽ നമുക്കൊരു 50 കിലോ വരുന്ന ഒരു പാക്കറ്റ് തീറ്റയിൽ എന്തൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ നാച്ചുറൽ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയും. ഈ നാച്ചുറൽ കണ്ടൻറ്റുകൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് തീറ്റയിൽ ഉൾപ്പെടുത്തി നമുക്ക് നല്ലൊരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം കോഴികൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മൾ തീറ്റയിൽ വേണ്ടത്, എന്തൊക്കെ കണ്ടൻറ്റുകൾ ഏത് അളവിലാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്നാലേ നമുക്കൊരു തീറ്റയുടെ ഫോർമുലേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഈ തീറ്റയിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അത് എത്ര പെർസെൻ്റാണ്, അത് എത്ര അളവിലാണ് ചേർത്തിരിക്കുന്നതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കോഴിത്തീറ്റയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് എനർജിയും പ്രോട്ടീനുമാണ്. എനർജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടറിലും പ്രീ സ്റ്റാർട്ടറിലുമാണ്. ഏറ്റവും കൂടുതൽ എനർജി കണ്ടൻറ്റ് ആവശ്യമായ സമയം ചെറുപ്പകാലങ്ങളിൽ കോഴി കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. അത് പടിപടിയായി അത് ഗ്രോവറിൽ നിന്ന് നമ്മൾ ലെയർ മാഷിലേക്കും ഒക്കെ പോകുമ്പോൾ അതിന് പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരിക. അതുപോലെ തന്നെ ബ്രോയിലർ തീറ്റയിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്നത് പ്രീ സ്റ്റാർട്ടറിലാണെങ്കിലും എനർജി കണ്ടൻറ്റ് വളരെ കൂടിയ ഒരളവിലും, അതുപോലെ തന്നെ നമ്മൾ ഫിനിഷറിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റും കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതലടങ്ങിയ കണ്ടൻറ്റുകളും ഒക്കെയാണ് ആ ഒരു ഫിനിഷർ തീറ്റയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു ഫോർമാറ്റ് നമ്മൾ സ്വന്തമായിട്ട് രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തീറ്റയിൽ അടങ്ങിയിരിക്കുന്നതെന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു തീറ്റയിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ, ചോളം നിർബന്ധമായിട്ടും നമുക്ക് ഈ ഒരു തീറ്റയിൽ ഈ പാക്കറ്റ് തീറ്റയിൽ ഉണ്ടാവും. ചോളം എന്ന് പറയുന്നതാണ് എനർജി കണ്ടൻറ്റ്. ഈ ചോളത്തിന് പകരമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ലഭ്യമാണ്, അതാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കേണ്ടത്. ഈ ചോളത്തിന് പകരമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന എനർജി കണ്ടൻറ്റ് അധികം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അരിക്കകത്ത് എനർജി വലുതായിട്ടുണ്ട്. ഈ അരി എന്ന് പറയുന്ന സാധനത്തിന് എനർജി വളരെ കൂടുതലാണ്. ഈ നമുക്ക് എനർജി കണ്ടൻറ്റായിട്ട് എടുത്താലും നമുക്ക് അല്ലെങ്കിൽ ചോളത്തിന് ഇപ്പോൾ നമുക്ക് വളരെ വില കൂടുതലൊന്നുമില്ല. ചോളം തന്നെ നമുക്ക് പൊടിച്ച ചോളങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് അങ്ങനെ ചോളം നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് അടിച്ചിട്ട് ചേർത്തു. നമുക്ക് ചോളം ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ഇതിനകത്ത് ചേർത്തുകൊണ്ട് നമുക്കൊരു തീറ്റയെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ചോളം നമുക്ക് ഏകദേശം ഒരു 50 മുതൽ 60% വരെയാണ് ഒരു സ്റ്റാർട്ടറിൽ ആവശ്യമായിട്ട് വരിക. സ്റ്റാർട്ടറിൽ 50 മുതൽ 60% വരെയാണ് ഒരു സ്റ്റാർട്ടറിൽ നമുക്ക് ചോളം ആവശ്യമായിട്ട് വരിക. ഈ ചോളത്തെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. എങ്ങനെ? നമുക്ക് ചോളം നമുക്ക് പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും 20 രൂപ താഴെ മാത്രമേ അതിന് വില വരുന്നുള്ളൂ. ചെറിയ ചോളം നമുക്ക് 20 രൂപ അല്ലെങ്കിൽ 25 രൂപയ്ക്ക് താഴെ ചോളത്തിന് വില വരുന്നുള്ളൂ. നമുക്ക് ചോളം പല രീതിയിൽ നമുക്ക് ചെറിയ പൊടികളായിട്ട് നമുക്ക് ലഭ്യമാണ്, വലിയ ചോളം ലഭ്യമാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോളം ലഭ്യമാണ്. നമുക്ക് അത് നമുക്ക് വാങ്ങി ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നീട് സോയാബീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഈ സോയാബീൻ ഒരു സ്റ്റാർട്ടർ തീറ്റയിൽ നമുക്ക് 30 മുതൽ 35% വരെ പ്രോട്ടീൻ കണ്ടൻറ്റ് നിർബന്ധമായിട്ടും ഈ ഒരു തീറ്റയിൽ ആവശ്യമാണ്. അതായത് സ്റ്റാർട്ടർ തീറ്റയിൽ നമുക്ക് ആവശ്യമാണ്. അത് നേരെ തിരിച്ച് നമുക്കിപ്പോൾ അത് ഗ്രോവറിലേക്കും ലെയർ മാഷിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനിഷർ തീറ്റയിലേക്കോ വരുമ്പോൾ ഇതിൻ്റെ അളവ് മാറും. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നേരെ തിരിച്ചാകും. ഈ ചോളം എന്ന് പറയുന്നത് എനർജി കണ്ടൻറ്റ് 30 മുതൽ 35%, പ്രോട്ടീൻ കണ്ടൻറ്റ് 60 മുതൽ 65-70% നമുക്ക് ഈ തീറ്റയിൽ, അതായത് ഗ്രോവർ മുതൽ ലെയർ മാഷ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ കോഴി തീറ്റയിൽ ഉണ്ടാവും. നമുക്കിപ്പോൾ സ്റ്റാർട്ടറിൽ നമുക്ക് 30 മുതൽ 35% വരെ പ്രോട്ടീൻ കണ്ടൻറ്റ് വേണം. അതിനായിട്ടാണ് സോയാബീൻ ചേർക്കുന്നത്. ഏറ്റവും ഓപ്പൺ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില നിൽക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഈ സോയാബീൻ എന്ന് പറയുന്ന സാധനം. ഈ സോയാബീന് പകരമായിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാൻ കഴിയും? സോയാബീൻ പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഈ പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്? പയറുവർഗ്ഗങ്ങളെല്ലാം പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. ഗോതമ്പ് പ്രോട്ടീൻ കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഗോതമ്പ് തവിട് പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഇങ്ങനെ പല സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് നമുക്കുണ്ടാക്കുന്ന തീറ്റയിൽ നമുക്ക് ചേർക്കാൻ കഴിയുന്ന പ്രോട്ടീൻ കണ്ടൻറ്റായിട്ട് ചേർക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചോളം ഗോതമ്പ് നമുക്ക് മുളപ്പിച്ച് ചേർക്കാം. അതുപോലെ തന്നെ പയർ നമുക്ക് മുളപ്പിച്ചിട്ട് നമുക്ക് അടിച്ച് ചേർക്കാം. അങ്ങനെ പല കണ്ടൻറ്റുകൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു പ്രോട്ടീൻ ആവശ്യമായിട്ട് നമുക്ക് ചേർക്കാൻ കഴിയും. പിന്നീട് നമുക്കിവിടെ അനിമൽ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അനിമൽ പ്ലാസ്മ എന്ന് പറയുന്നത് 1.3% ഒരു തീറ്റയിൽ ആവശ്യമായി വരിക. സോയ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് നമുക്ക് ഏകദേശം ഒരു 5 മുതൽ 10% വരെ നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ക്രൗഡ് പ്രോട്ടീനാണ്. ഈ ക്രൗഡ് പ്രോട്ടീനും അതുപോലെ തന്നെ ക്രൗഡ് ഫൈബറും ഒക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. നമുക്ക് ഈ സോയ പ്രോട്ടീൻ കോൺസെൻട്രേറ്റും അനിമൽ പ്ലാസ്മയും അവിടെ നിൽക്കട്ടെ. അത് ഏത് കണ്ടൻറ്റിലാണ് നമുക്ക് ലഭ്യമാകുന്നതെന്ന് അവസാനം ഞാൻ പറയാം.
അതുപോലെ തന്നെ മറ്റു 2-3 കണ്ടൻറ്റുകൾ ലൈസിനുണ്ട്, മെത്തിനുണ്ട് തുടങ്ങിയ ഈ 2-3 കണ്ടൻറ്റുകൾ എങ്ങനെയാണ് നമുക്ക് കോഴികൾക്ക് ലഭ്യമാക്കാൻ കഴിയുക? അത് നമുക്ക് പിന്നീട് നമുക്ക് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇതിനിടയ്ക്ക് നമുക്ക് ഈ ക്രൗഡ് പ്രോട്ടീനും ക്രൗഡ് ഫൈബറും ഇതെങ്ങനെയാണ് നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്താൻ കഴിയുക? ഏറ്റവും കൂടുതൽ ക്രൗഡ് പ്രോട്ടീനും ഏറ്റവും കൂടുതൽ ക്രൗഡ് ഫൈബറും ഉള്ള കണ്ടൻറ്റുകളാണ് തവിട് വർഗ്ഗങ്ങൾ. അത് ഏത് തവിടുമായിക്കോട്ടെ. അത് നമുക്ക് എനർജി കൂടുതൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോളത്തവിട് നമുക്ക് തീർക്കാം. ഈ ചോളത്തവിടിനകത്ത് എനർജി കണ്ടൻറ്റ് ധാരാളമുള്ള ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ക്രൗഡ് ഫൈബറിനകത്തോ അല്ലെങ്കിൽ പ്രോട്ടീനകത്തോ ഈ 2 സാധനങ്ങൾ നമുക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിത്തവിട്, ഗോതമ്പ് തവിട് എന്നിവയിൽ ധാരാളമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ ഫൈബർ എന്ന് മാത്രമല്ല, അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു വലിയൊരു നല്ലൊരു കോളനി തന്നെ ആ ഒരു 2 തീറ്റയിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ 2 സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തവിട് ധാരാളമായിട്ട് ഉപയോഗിക്കാം. പിന്നീട് കാൽസ്യവും നോൺ സിന്തറ്റിക് ഫോസ്ഫറസുമാണ് വേണ്ടത്. ഈ ഫോസ്ഫറസിന് സാധാരണഗതിയിൽ സിന്തറ്റിക് ഫോസ്ഫറസിന് സാധാരണഗതിയിൽ തീറ്റയിൽ ചേർക്കുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ പൊടികളാണ്. എല്ലിൻ്റെ പൊടിയാണ് ഈ തീറ്റയിൽ സാധാരണഗതിയിൽ ഈ ഫോസ്ഫറസിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഈ കാൽസ്യത്തിന് വേണ്ടി ചേർക്കുന്ന കാൽസ്യം പൗഡറുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ കക്ക പൊടിച്ചത് തീറ്റയിൽ ചേർക്കാറുണ്ട്. കക്ക പൊടിച്ച് തീറ്റയിൽ ചേർക്കാറുണ്ട്. നമുക്കിതൊന്നും വേണ്ട. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കക്ക പൊടിച്ച് നമുക്ക് ചേർക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല കുമ്മായം, നല്ല ഇത്തൽ എന്ന് പറയും, കുമ്മായം എന്ന് പറയും, അതൊരു ചെറിയ അളവിൽ ഈ തീറ്റയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് കാൽസ്യം പൗഡറുകൾ, കാൽസ്യം സപ്ലിമെൻറ്റുകൾ ഈ തീറ്റയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഈ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു തീറ്റ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് തീറ്റ ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു ബോധം നൽകുക. എന്തൊക്കെ കണ്ടൻറ്റുകളാണ് തീറ്റയിൽ ഉള്ളത് എന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞു തരിക എന്ന ദൗത്യമാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇതിനകത്ത് വേണ്ട കണ്ടൻറ്റുകൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2-3 ഐറ്റംസ് നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഈ 2-3 ഐറ്റം മാറ്റി വെച്ചാൽ അനിമൽ പ്ലാസ്മ നമ്മൾ മാറ്റി വെച്ചിരുന്നു, ലൈസിനും മെത്തിനോനും നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞു. ഇത് 2ഉം മാറ്റി വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഇതിനാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മീൻ വേസ്റ്റിൽ നിന്നും നമുക്കൊരു തീറ്റ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ. ഈ ഒരു സാധനം നമ്മൾ ഒരു പ്രീമിക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടൻറ്റുകളുടെ കുറവുകൾ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു വസ്തുവാണ്. മീനിൽ നിന്നുണ്ടാകുന്ന ഇത്തരം അനിമൽ പ്ലാസ്മ, അതുപോലെ തന്നെ ലൈസിനും മെത്തിനും എന്നീ 2 ഘടകങ്ങൾ, ആ ഒരു സാധനങ്ങൾ. അതിനകത്ത് അത് മാത്രമല്ല മറ്റ് പല കണ്ടൻറ്റുകളുമുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു തീറ്റയാണ് ഈ ഒരു മീൻ വേസ്റ്റിൽ നിന്നുള്ള ആ ഒരു തീറ്റ. അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറേശ്ശെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് സോയാ ഓയിലാണ്. പിന്നെ ഫീഡ് ഗ്രേഡ് അമിനോ ആസിഡ് വേണം. അതുപോലെ തന്നെ ഡീകാൽസ്യം ഫോസ്ഫേറ്റ് വേണം. കാൽസ്യം കാർബണേറ്റ് വേണം. മിനറൽസ് ആൻഡ് വിറ്റാമിൻസിൻ്റെ പ്രീമിക്സ് നമ്മൾ ചേർക്കണം. സോഡിയം ക്ലോറൈഡ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി ക്ലോറൈഡ്സ് ചേർക്കുന്നുണ്ട്. ഓർഗാനിക് ആസിഡ് ചേർക്കുന്നുണ്ട്. ഫങ്ഷണൽ ഫൈബേഴ്സ് ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ എക്സ്ട്രാ ഈ തീറ്റയിൽ ചെറിയൊരു ശതമാനം വെച്ചിട്ട് ചേർക്കുന്നതാണ്. ഈ കണ്ടൻറ്റുകളെല്ലാം തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന ഇതെല്ലാം കെമിക്കലായിട്ടാണ് ഈ തീറ്റയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത്തരം കണ്ടൻറ്റുകൾ ചേർക്കുന്ന ഈ ഒരു തീറ്റ നമുക്ക് ഈ കണ്ടൻറ്റുകൾ നമ്മൾ നാച്ചുറൽ കണ്ടൻറ്റുകളിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും നമുക്കതിന് ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് വരും. നാച്ചുറൽ കണ്ടൻറ്റിൽ നിന്ന് വേർതിരിച്ച് എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടൻറ്റുകളെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചേർക്കാൻ കഴിയണം. ഈ ഒരു കണ്ടൻറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും ഉള്ള ഒരു വസ്തുക്കളാണ് നമ്മൾ പിണ്ണാക്കു ഐറ്റംസ്. അതായത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക്, അതുപോലെ തന്നെ കൊപ്ര പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക് തുടങ്ങിയ വസ്തുക്കളിലെല്ലാം ഈ സാധനങ്ങളെല്ലാം പരിപൂർണമായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഈ ഓയിലി കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളാണ് കൊപ്ര പിണ്ണാക്ക്. നമ്മൾ പ്രത്യേകമായിട്ടൊരു ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫൈബർ, അതിന് ഫോസ്ഫറസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പിണ്ണാക്ക് നിർബന്ധമായിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മളപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ചോളം ഉപയോഗിക്കാം, നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മൾ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു പ്രീമിക്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പിണ്ണാക്ക് ഉപയോഗിക്കാം, തവിട് ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങൾ ഒരു പ്രത്യേക റേഷ്യോയിൽ നമ്മൾ ഉണ്ടാക്കി കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പാക്കറ്റ് തീറ്റയുടെ അതേ ഗുണനിലവാരമുള്ള തീറ്റകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ലെയർ കോഴികൾക്കുള്ള തീറ്റയാണ്. അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ഇതേ ഒരു കണ്ടൻറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കണ്ടൻറ്റുകൾ മാത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം മറ്റ് ചില കൂട്ടുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാലോ നമുക്ക് ബ്രോയിലറിൻ്റെ തീറ്റയായി. ഇതിനകത്ത് നമുക്ക് ഏകദേശം കാൽസ്യവും എനർജിയും പ്രോട്ടീനും ഏകദേശം നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു തവിടിനകത്തും പിണ്ണാക്കിനകത്തുമൊക്കെ ആ ഒരു ഗോതമ്പ് അതുപോലുള്ള സാധനത്തിനകത്ത് എനർജിയും പ്രോട്ടീനും വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേണ്ടത് ഫാറ്റി കണ്ടൻ്റാണ്. ഫാറ്റി കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് സ്റ്റാർച്ച് കൂടുതലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ്.
അത് നമുക്ക് കപ്പ ചേർക്കാം, കിഴങ്ങ് ചേർക്കാം, അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ചേർക്കാം, പിന്നെ ഇറച്ചിയുടെ വേസ്റ്റ് ചേർക്കാം, അതുപോലെ നമ്മൾ കൊഴുപ്പ് ചേർക്കാം. അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു പ്രീമിക്സ് പോലെ ഉണ്ടാക്കി തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ലൊരു രീതിയിൽ നമുക്കിത് തീറ്റ നമുക്ക് ഉണ്ടാക്കി കോഴികൾക്ക് കൊടുക്കാൻ കഴിയും. അത് ബ്രോയിലറിലാവട്ടെ മറ്റുള്ള ഏരിയയിലാവട്ടെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ചോളം നമ്മൾ പറഞ്ഞല്ലോ 50 മുതൽ 60% വരെ എന്ന്. അതുപോലെ തന്നെ എനർജി 50 മുതൽ 60% വരെ എന്ന് കൊടുക്കുമ്പോൾ പിന്നെ പ്രോട്ടീൻ 30 മുതൽ 35% നമ്മൾ ചേർക്കുന്നത് അത് ഓരോ വീടിൻ്റെയും രീതി അനുസരിച്ച് നമ്മൾ അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടറിൽ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ ചേർക്കുന്നത് ഗ്രോവറിലും അല്ലെങ്കിൽ ലെയർ മാഷിലോ അല്ലെങ്കിൽ ഫിനിഷറിലോ വരുമ്പോൾ അതിൻ്റെ റേഷ്യോ മാറും. അതുപോലെ തന്നെ സോയ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് അത് 5 മുതൽ 10% വരെ നമ്മൾ ചേർക്കുന്നു. അതും ഓരോ തീറ്റ വരുമ്പോഴും അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫിഷ് മീൽ നമുക്ക് ചേർക്കാം. ഫിഷ് മീൽ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് മീൽ ചേർക്കാം. അതുപോലെ ഒരുപാട് ഇതിൻ്റെ പ്രീമിക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ആൾ ഇൻ വൺ ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആൾ ഇൻ വൺ ഫോർമുല എന്ന് പറയുന്ന പ്രോഡക്റ്റിനകത്ത് എല്ലാ വിറ്റാമിൻസും എല്ലാ മിനറൽസും അതുപോലെ തന്നെ എല്ലാ ആൻറ്റി ഓക്സൈഡുകളും അടങ്ങിയ ഒരു പ്രീമിക്സാണ്. കിലോ വാങ്ങിച്ച് വെച്ചാൽ നമുക്കൊരു കിലോ തീറ്റയിൽ നമ്മൾ വെറും 10 ഗ്രാം മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വളരെയധികം പെർഫോമൻസ് കിട്ടുന്ന, നമ്മൾ ഏത് തീറ്റ ഉണ്ടാക്കിയാലും അതിനകത്ത് എന്തെല്ലാം കണ്ടൻറ്റുകൾ ഇല്ലാതിരിക്കുന്നുവോ ആ കണ്ടൻറ്റുകളുടെ എല്ലാം കുറവ് പരിഹരിച്ച് കോഴികളെ മുമ്പോട്ട്, അതായത് കോഴികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ച പ്രദാനം ചെയ്യുന്ന ഒരു ഫോർമുലേഷനിലുള്ള തീറ്റയാണ് ആൾ ഇൻ വൺ ഫോർമുല എന്ന് പറയുന്നത്. അത് ഏകദേശം 600, 700 രൂപ, 500 രൂപ ആയിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇപ്പോൾ അത് വില കൂടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 500 രൂപ 600 രൂപ കൊടുത്താൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ ഈ ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തീറ്റകൾ കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു സാധനമായി. അപ്പോൾ അങ്ങനെയുള്ള പല സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിളുമാണ്. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. പക്ഷേ അത് ഓൺലൈൻ വാങ്ങിയിട്ട് നമുക്ക് ഇതേ ഒരു ഫോർമാറ്റിലൊരു തീറ്റ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് പാക്കറ്റ് തീറ്റയേക്കാൾ കൂടുതൽ പൈസ ചിലവാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറേശ്ശല്ലേ വാങ്ങിക്കുന്നുള്ളൂ, ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. ഇതിന് ആർട്ടിഫിഷ്യൽ കണ്ടൻറ്റുകളെല്ലാം നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. പക്ഷേ നമുക്ക് ആർട്ടിഫിഷ്യൽ കണ്ടൻറ്റിലേക്ക് പോകാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഉള്ള സാധനങ്ങൾ, ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഉള്ള സാധനങ്ങൾ തിരഞ്ഞു പിടിച്ച് നമുക്കത് തീറ്റയിൽ ചേർത്ത് നമുക്ക് നല്ല രീതിയിലുള്ള തീറ്റ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേണം.